നമസ്കാരം, ഞാൻ ഡോക്ടർ GP സിദ്ധി, ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി കാലടിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ. പലപ്പോഴും പലരും പ്രഭാത ഭക്ഷണം ഒഴിവാക്കാറുണ്ട്. ഇങ്ങനെ ഈ ഒരു ശീലം നമ്മുടെ ഗ്യാസ്ട്രിക് അൾസറിന് വഴിയൊരുക്കാറുണ്ടോ എന്നതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ മാറിയ ജീവിതശൈലി, സ്പീഡി ലൈഫ് സ്റ്റൈലൊക്കെ കാരണം രാവിലെ റെഡിയായി ഔദ്യോഗിക വൃത്തിക്കായി പോകുന്നവരൊക്കെ പലപ്പോഴും സ്കിപ്പ് ചെയ്യാറുണ്ട്. പ്രഭാത ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം, അതിനെ നമ്മൾ പറയുന്നത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ്. അപ്പോൾ ഒരു ലോങ് ഫാസ്റ്റിംഗ് പീരീഡ് ഉപവസിക്കുകയായിരുന്നു നമ്മൾ, ഭക്ഷണമൊന്നും ഇല്ലാതിരുന്ന നമ്മുടെ ആമാശയത്തിലേക്ക് ആദ്യം പോകുന്ന ബ്രേക്ക്ഫാസ്റ്റാണത്. ബ്രേക്ക്ഫാസ്റ്റ് ബ്രെയിൻ ഫുഡ് എന്നാണ് പറയുന്നത്. അതായത് വളരെ കൃത്യമായ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അന്നത്തെ ഒരു ദിവസത്തിൻ്റെ നമ്മുടെ ആരോഗ്യവും എനർജിയും എങ്ങനെ ഇരിക്കുന്നു എന്നതിൻ്റെ ഒരു മാർക്കറാണ്. സ്ഥിരമായി ഇങ്ങനെ പ്രഭാത ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ കുടൽ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പലപ്പോഴും പലരും ഫാസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും വെയിറ്റ് റിഡക്ഷൻ്റെ ഭാഗമായിട്ടും ഒക്കെ ഒരു ആരോഗ്യകരമല്ലാത്തൊരു ഭക്ഷണ രീതി ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷൻ്റെ ഒരു അഡ്വൈസ് പ്രകാരമല്ലാതെയൊക്കെ ശീലിക്കുന്നവരുണ്ട്. ഇത്തരം ആൾക്കാരിലൊക്കെ ഒരു ലോങ് ടേം ഇങ്ങനെ ഒരു അൺടൈംലി ആയിട്ടുള്ള ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ് തീർച്ചയായും അവരുടെ കുടലിൻ്റെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എനർജി പ്രൊവൈഡ് ചെയ്യുന്നതിന് നമുക്ക് കൃത്യസമയത്ത് ആഹാരം ആവശ്യമാണ്. അതിൽ നമുക്ക് കഴിക്കുന്ന ആഹാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഹാരമാണ് പ്രഭാത ഭക്ഷണം. ഇപ്പോൾ സ്ലീപ്പ് പാറ്റേൺ തന്നെ മാറിയപ്പോൾ വർക്കിംഗ് അവേഴ്സ് തന്നെ ലേറ്റ് നൈറ്റ് വർക്കിംഗ് ചെയ്യുന്നവരുണ്ട്, അവർ ലേറ്റ് നൈറ്റ് ഫുഡ് കഴിക്കുന്നവരുണ്ട്. നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് ആ ഒരു ലൈഫ് സ്റ്റൈൽ, അതിനനുസരിച്ചുള്ള സർക്കേഡിയൽ റിതം, എപ്പോൾ സൂര്യൻ ഉദിക്കുന്നു എപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നു, അതിനനുസരിച്ചുള്ള ഭക്ഷണ രീതി ശീലിക്കുന്നതായിരിക്കും നല്ലത്. പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് നമുക്ക് വളരെ ശ്രദ്ധ ഇല്ലാതെ കഴിക്കുന്ന ഒരു ശീലം പ്രത്യേകിച്ച് സ്ത്രീകളിലും കാണാറുണ്ട്. എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള നമുക്ക് കാർബും പ്രോട്ടീനും അതുപോലെ ഫാറ്റും കൃത്യമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസും ഒക്കെ ഉള്ളൊരു പ്രഭാത ഭക്ഷണമാണ് വേണ്ടത്. മലയാളിയുടെ ഒരു രീതി ഇപ്പോൾ ഡിന്നറിന്, അതായത് രാത്രി ഭക്ഷണത്തിലാണ് ഹെവി ആയിട്ടുള്ള രാത്രി ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ പ്രഭാത ഭക്ഷണത്തിൽ വേണം നമ്മൾ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടത്. നമ്മുടെ ആദ്യത്തെ ഫുഡാണ്. അത് ദഹിച്ച് കഴിഞ്ഞ് അതിൽ നിന്നും കിട്ടുന്ന ന്യൂട്രിയൻസാണ് നമ്മുടെ ശരീരത്തിലൊക്കെ എത്തേണ്ടത്. നമുക്ക് അന്നത്തെ ഒരു ദിവസത്തെ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇത്തരം ഒരു ദീർഘനേരം നമ്മുടെ ആമാശയത്തിലേക്ക് ഫുഡ് ഇല്ലാതിരിക്കുമ്പോൾ, സാധാരണ നമ്മൾ ഫുഡ് അകത്ത് എത്തുമ്പോൾ ആമാശയ രസങ്ങളുണ്ടാവും, അത് അസിഡിറ്റി കൂടുതലുള്ള HCl പ്രൊഡക്ഷൻ ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ, അതായത് ആമാശയത്തിലേക്ക് ആഹാരം എത്താതെ ശീലമാകുമ്പോൾ, 1-2 ദിവസം ഓക്കെ, സ്ഥിരം അതൊരു ശീലമാകുമ്പോൾ തീർച്ചയായും ഇത്തരം സ്രവങ്ങൾ നമ്മുടെ ശരീരത്തിലെ വളരെ നേർത്ത സ്ഥലങ്ങളാണ് ആമാശയത്തിലുള്ളത്. ആ സ്ഥലങ്ങളെ അതിൻ്റെ അവിടെ ചെറിയ ചെറിയ ഒരു സ്ഥലങ്ങൾ ഇളകിപ്പോകാനും ചെറിയ ചെറിയ ഇഞ്ചുറി സംഭവിക്കാനും ഈ സ്ഥലങ്ങൾ വളരെ കൊറോസീവായിട്ടുള്ള ഡൈജസ്റ്റീവ് ജ്യൂസസും ഈ HCl ഒക്കെ ആക്ട് ചെയ്തിട്ട് അവിടെ ഇഞ്ചേർഡ് ആവാൻ സാധ്യതയുണ്ട്. അതിന് ലോങ് ടേൺ, അതായത് ഒരു ശീലമായി വളരെ അധികം നാൾ ഫുഡൊന്നും നമുക്ക് നേരമില്ലാതെ എത്താത്ത രീതിയിലൊരു ശീലമാകുന്നവർക്ക് ഇൻ ലോങ് റൺ അത് അൾസറിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ട്. ഗ്യാസ്ട്രിക് അൾസർ പോലുള്ള കണ്ടീഷൻസ് വരാനും, പിന്നീട് ഫുഡ് കഴിക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ ഫുഡ് കഴിക്കാതിരിക്കുമ്പോഴത്തേനും വയറ് നിറയുമ്പോൾ 2 തരത്തിൽ വരാറുണ്ട്. വയറിന് നീറ്റൽ, എരിച്ചിൽ, പുളിച്ച് തികട്ടൽ ഒക്കെ സംഭവിക്കാം. കാരണം നമുക്ക് എത്തേണ്ട ആഹാരം അവിടെ എത്തി അതിന് ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള രാസവസ്തുക്കളൊക്കെ ഒരു ജോലിയും ഇല്ലാതെ അവിടെ ഇരിക്കുമ്പോൾ തിരിച്ച് പുളിച്ച് തികട്ടി ഒരു ഹാർഡ് ബേൺ, അതായത് ബൾച്ചിങ് എന്നൊക്കെ പറയുന്ന പോലെ പുറത്തേക്ക് വരാൻ തുടങ്ങുകയും അത് കൂടുതലാകുമ്പോഴത്തേനും ആമാശയ സ്ഥലങ്ങളുടെ ആരോഗ്യത്തെ അത് ബാധിക്കാനും അൾസർ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്രഭാത ഭക്ഷണം ശീലമാക്കുക. വെള്ളം കുടിക്കുക. രാവിലെ എണീറ്റ ഉടനെ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സോ ചായ, കോഫിയൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ല തിളപ്പിച്ചാറിയ വെള്ളം കുടിച്ചതുകൊണ്ട് തന്നെ ഒരു ദിവസം ആരംഭിക്കുന്നതായിരിക്കും നല്ലത്. പിന്നീട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ എല്ലാ ന്യൂട്രിയൻസും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും വേണം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പിന്നീട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഈവനിങ് ആയിട്ട് ഫുഡ് കഴിച്ചാലും കുഴപ്പമില്ല. പക്ഷേ വളരെ ഒരു ലോങ് ടേൺ, ഒരു 16 hours ഒക്കെ നമ്മൾ ഉറക്കത്തിലൊക്കെ ഇരുന്ന് കുറച്ച് എംപ്റ്റി ആയി തീർന്നതിന് ശേഷം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ല എങ്കിൽ ഇൻ ലോങ് റൺ അത് അൾസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന് ചികിത്സ എന്ന് പറയുന്നത് നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ
മോഡിഫിക്കേഷൻ, അത് ഫുഡ് പാറ്റേൺ, നമ്മുടെ ഭക്ഷണ രീതി മോഡിഫൈ ചെയ്യുക. എന്നിട്ടും അത് ശരിയാവുന്നില്ല എങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് കൃത്യമായ ഔഷധങ്ങൾ കഴിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണ ക്രമീകരണത്തിൽ സമയത്തിലൊരു ചേഞ്ചും ഒക്കെ വരുത്തി തുടക്കത്തിലേ മാനേജ് ചെയ്തില്ല എങ്കിൽ പിന്നീട് അത് വളരെയധികം അൾസറേറ്റീവ് കോളൈറ്റിസ് ഒക്കെ പോലുള്ള കണ്ടീഷൻസിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇവർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.